കണ്ണൂരിൽ ഓടുന്ന കാറിന് തീ പിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. കാറിലുണ്ടായിരുന്ന ഗർഭിണി അടക്കം 2 പേർ മരിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമാണ് അപകടമുണ്ടായത്. മനു ഭരച്ചേരുന്നു. മനു, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ആരൊക്കെയാണ് മരിച്ചത്? കണ്ണൂരിലെ കുറ്റ്യാറ്റൂർ സ്വദേശിയായ റീഷയും ഭർത്താവ് പ്രജിത്തുമാണ് മരിച്ചത്. റീഷ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഇവരുടെ പ്രസവ തീയതി പോലും അടുത്തിരുന്നു. റീഷയെ ആശുപത്രിയിൽ കൊണ്ട് പരിശോധനയ്ക്ക് വേണ്ടിയാണ് കുടുംബം വന്നത്. ഈ കാർ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് ഒരു 500 മീറ്റർ മുന്നേ വെച്ചാണ് അഗ്നിബാധയ്ക്ക് ഇരയായത്. ഈ കാറിനകത്ത് മറ്റ് 4 പേർ, കുട്ടിയടക്കം മറ്റു 4 പേർ കൂടി ഉണ്ടായിരുന്നു. അവർ പുറകിലെ സീറ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അഗ്നി പടർന്നതോടുകൂടി ഈ പുറകിലെ സീറ്റിലെ ആളുകൾ പെട്ടെന്ന് അവർ ഓടിയിറങ്ങി. അതേസമയം മുന്നിലെ ഡോറുകൾ തുറക്കാൻ കഴിഞ്ഞില്ല. അത് ജാമായ ഒരു അവസ്ഥയിലായിരുന്നു. അവർക്ക് അപ്പോഴേക്കും ഈ മുന്നിൽ നിന്ന് തീ വളരെ ശക്തമായി ആളി പടരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ അഗ്നി പടരുന്നത് കണ്ട് ആളുകൾ ഓടിക്കൂടി. പക്ഷെ ആളുകൾക്ക് ഇതിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. കാരണം അത്രയും വലിയൊരു നാളമായി ഈ തീ ഉയർന്നു നിൽക്കുന്നു. പുക ഭയങ്കരമായി വരുന്നു. അത് ഈ 2 പേരെയും ബാധിച്ചു കാണണം. അങ്ങനെ ആളുകൾക്ക് അതിനകത്തേക്ക് കടന്ന് ഇവരെ പുറത്തേക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം പോലും ഉണ്ടായി. പെട്ടെന്ന് തന്നെ ചിലർ തൊട്ടടുത്ത് ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട്, അങ്ങോട്ടേക്ക് എത്തുകയും ഈ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കാൻ അവരും ഓടിയെത്തുകയും ചെയ്തു. പക്ഷെ എല്ലാവരും എത്തിയെങ്കിലും ഈ മുന്നിൽ സീറ്റിലിരുന്ന 2 പേരും മരിച്ചിരുന്നു. ആളുകൾ എത്തിയിട്ടും ഈ ഡോറ് തുറക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അതിനുള്ള ശ്രമം പരാജയപ്പെടുകയായിരുന്നു. അല്ല, അതിനു മുന്നേ തന്നെ ഈ അപകടത്തിൽ ഇവർ ഇതായിരുന്നു. 10:40 ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ 2-3 മിനിറ്റിനുള്ളിൽ തന്നെ തീയല്ലേ. അപ്പൊ ഇത് പെട്രോൾ വാഹനവുമാണ്. പെട്ടെന്ന് തന്നെ ഇത് ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ ഫയർഫോഴ്സും മറ്റുള്ള ആളുകളും എത്തി ഇത് അണയ്ക്കുന്നതിന് മുന്നേ തന്നെ ഇവർ മരിച്ചിരുന്നു. അതാണ് ഈ 2 പേർക്ക് പെട്ടെന്ന് ഇറങ്ങി ഓടാൻ കഴിഞ്ഞില്ല. ഡോർ ജാം ആയതുകൊണ്ട് ഇവർ ആളുകളെ വിളിക്കുമ്പോഴും ആളുകൾക്ക് ഇത് പെട്ടെന്ന് ഈ അഗ്നിബാധ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എങ്ങനെ പൊട്ടിക്കാനോ ഗ്ലാസ് പൊട്ടിച്ച് ഇവരെ പുറത്തെടുക്കാനോ ഒക്കെ ഉള്ള ഒരു സാവകാശം പോലും ലഭിച്ചില്ല. അതിനു മുന്നേ ഈ അഗ്നി പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തീ അത്രമാത്രം ഈ കാറിനകത്ത് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന്റെ സീറ്റ് ഉൾപ്പെടെ തീ പിടിച്ചു. അങ്ങനെ വലിയൊരു അഗ്നിനാളം ഈ കാറിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവുകയും ചെയ്തു. ഈ പെട്ടെന്ന് ഇറങ്ങി ഓടിയ, അതായത് അഗ്നിബാധ ഉണ്ട് എന്നറിഞ്ഞ സെക്കൻഡിൽ ഇറങ്ങി രക്ഷപ്പെട്ട 4 പേർക്ക് അവർക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അതേസമയം ഒരു തവണ ഈ തീ പടർന്നതോടുകൂടി പിന്നെ പുകയും അതുപോലെ തീയും പടർന്നതോടുകൂടി മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല മുന്നിലിരിക്കുന്ന ഒരു ഗർഭിണിയായ സ്ത്രീ കൂടിയാണ്. അപ്പം അവർക്ക് സാധാരണ പെട്ടെന്ന് ഇറങ്ങി ഓടാനൊക്കെയുള്ള പ്രയാസവും ഉണ്ടാകും. ഇനി ഡോർ തുറന്നാൽ തന്നെ മാത്രമല്ല അവർക്ക് അങ്ങനെ വാഹനം ഏതെങ്കിലും തരത്തിൽ ചില്ലൊക്കെ പൊട്ടിച്ച് പുറത്തു കിടക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കണ്ണൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകളും സിറ്റി പോലീസ് കമ്മീഷണറും ഒക്കെ അവിടെ എത്തി ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. വാഹനം ഏത് തരത്തിലാണ് തീ പിടിച്ചത്? ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമികമായൊരു നിഗമനം. പക്ഷെ അത് തന്നെയാണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പരിശോധന നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചും അത് എന്താണ് അത് ഇത്ര ശക്തമായി പടരാനുള്ള കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ചുമൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും പുറകിലെ 4 പേർ സുരക്ഷിതരാണ്. അവർക്ക് ചെറിയ ഇതേ ഉള്ളൂ. അവർക്ക് വലിയ പരിക്കുകളൊന്നും ഇല്ലെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും അവരും ഒക്കെ വൈദ്യപരിശോധനയ്ക്ക് അവരെ ഒക്കെ പെട്ടെന്ന് തന്നെ എയർപോർട്സും മറ്റു നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മുന്നിലിരിക്കുന്നവരെ ആൾക്കൂട്ടത്തിനെ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാരണം ഈ തീ ഇങ്ങനെ ആളിപ്പടരുമ്പോൾ അവരുടെ കയ്യിൽ മറ്റൊരു രക്ഷാ ഉപകരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അങ്ങോട്ട് ചെന്ന് അവരെ രക്ഷിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. പിന്നെ വേറൊരു വിഷയം, ഈ പെട്രോൾ വാഹനമായതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും സംഭവിച്ചു പൊട്ടിത്തെറിക്കുമോ, ബ്ലാസ്റ്റ് ചെയ്യുമെന്നൊക്കെ ഉള്ള ഒരു ആശങ്ക പെട്ടെന്ന് ആളുകൾക്ക് ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പെട്ടെന്ന് അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇതൊക്കെയാണ് കൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അപകടം നടന്നു കഴിഞ്ഞിരുന്നു. ആളുകൾ ഫയർ സ്റ്റേഷനിൽ വിവരമറിച്ച് ഫയർ ഉദ്യോഗസ്ഥരെത്തി ഈ വാഹനം തീ അണയ്ക്കുന്നതിനൊക്കെ മുൻപ് തന്നെ ഇവരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. ഈ പുറകിൽ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റുപേരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അവർക്ക് ഗുരുതരമായ പരിക്കുണ്ടോ?
അവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാകുന്നത്. ചെറിയ എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും അവർക്ക് അതൊരു വലിയൊരു ആശ്വാസമാണ്. കാരണം പുറകിലും ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടുപേർ മരിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിൽ ഒരാൾ പൂർണ്ണ ഗർഭിണിയാണ്. അപ്പൊ 3 പേരുടെ ജീവനാണ്, ഒരു ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. പുറകിലും ഒരു കുട്ടി ഉൾപ്പെടെ 4 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ പെട്ടെന്ന് രക്ഷപ്പെട്ടു എന്നത് ഒരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. ആ കുട്ടിക്കും പുറകിലുള്ളത് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യം. പക്ഷെ മുന്നിലുള്ള ആളുകൾക്ക് നമുക്കറിയാലോ, പൂർണ്ണ ഗർഭിണിയായ ഒരാൾ പെട്ടെന്ന് അങ്ങനെ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ഓടാൻ കഴിയില്ല. അതിനു മുന്നേ ഡോറും ജാമായി, തീയും മുന്നിൽ നിന്നാണ് പടർന്നതെന്നാണ്. മനു, ഇതിപ്പോ എന്താണ് തീ ഇത്തരത്തിൽ പടരാനുള്ള കാരണം? പ്രാഥമികമായിട്ട് എങ്ങനെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്? അത് ഈ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം എന്നുള്ളൊരു നിഗമനമാണ്. അല്ലാതെ ഇപ്പോ ഇതിനകത്തു നിന്ന് തീ പടരാനുള്ള ഒരു സാഹചര്യം വേറെ ഇല്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആയി എന്തെങ്കിലും വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടാകണം. അത് പിന്നീട് വലിയ അഗ്നിബാധയിലേക്ക് വന്നിരിക്കണം. പിന്നെ ഈ അപ്പോൾസ്ട്രി ഇത് കാറിനകത്തുള്ളതിലൊക്കെ തീ തട്ടുമ്പോൾ തന്നെ പിന്നെ അത് പെട്ടെന്ന് ആളിക്കത്തുന്ന സാധനങ്ങളാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള തീ പിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഉണ്ട് വാഹനത്തിനകത്ത്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ അതൊക്കെ കൊണ്ടായിരിക്കണം പെട്ടെന്ന് ഈ തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിങ്ങനെ വാഹനങ്ങളിൽ തീ പിടിക്കുന്നത് വെച്ച് ഒരു നിരന്തര സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പലയിടങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് തീ പിടിക്കുന്നു. അപ്പൊ സാധാരണ ഇത് വാഹനത്തിന്റെ പുറകിലൊക്കെ ആണെങ്കിൽ ഈ ആളുകൾ, പുറകെ വരുന്ന ആളുകൾ അവരെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ ഇങ്ങനെ എത്തി അവിടെ ബാക്കിൽ ഒരു പുക വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇത് അങ്ങനെ പറ്റിയിട്ടില്ല. അല്ല, ഇവര് നോക്കുമ്പോൾ മുന്നിൽ നിന്നാണ് തീ പിടിക്കുന്നത്. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് ആളുകളെ വിളിച്ചാൽ പോലും ആളുകൾക്ക് പോയി ഇത്രയും തീ ഇങ്ങനെ പടർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് ചെന്ന് രക്ഷാപ്രവർത്തനം നടത്താനും കഴിയാത്തൊരു സാഹചര്യമായി. കാരണം അവിടെ പെട്ടെന്ന് സമീപത്ത് വെള്ളമോ ഒന്നും ഇല്ലാത്തൊരു റോഡിന്റെ സൈഡാണ്. അപ്പൊ അതിന് വെള്ളം ഒഴിച്ചാൽ തന്നെ ഇത് അത്ര പെട്ടെന്ന് അണയുന്ന തരത്തിലുള്ള കുറെ കൂടെ വലിയ തീയാണ് ഉണ്ടായിരുന്നത്. അപ്പം അത് മൊത്തം ആ സീറ്റിലേക്കൊക്കെ പടർന്ന് അത് മുഴുവൻ അത് കത്തി നശിക്കുന്ന ഒരു സാഹചര്യമായുണ്ട്. ദാരുണകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും. അത്രയും നാടിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവം. കാരണം പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ, 25 വയസ്സ് മറ്റ് പ്രായമേ അവർക്കുള്ളൂ എന്നാണ് അവരുടെ ബന്ധുക്കളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രയും ഒരു ചെറു പ്രായത്തിലുള്ള പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ നടു റോട്ടിൽ ആളുകൾ കാണുക, കണ്ടു നിൽക്കെ, നോക്കി നിൽക്കെ, ഇങ്ങനെ നേരം കൊണ്ട് അഗ്നിക്ക് ഇരയാകുന്ന ഒരു വളരെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എങ്ങനെയായിരിക്കും? അപ്പൊ അവരുടെ ശരീരം ജില്ലാശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികളും സംസ്കാര ചടങ്ങുകളൊക്കെ ഉണ്ടാകും. അതിനെക്കുറിച്ചൊക്കെ ആളുകൾ ചിന്തിക്കുന്നല്ലോ. കുടുംബമൊക്കെ തികഞ്ഞ ഒരു ആഘാതത്തിലാണല്ലോ. നന്ദി മനു. കണ്ണൂരിലാണ്, ജില്ലാ ആശുപത്രിയുടെ സമീപമാണ് അപകടം നടന്നത്. ഓടിക്കൊണ്ടിരുന്ന കാറിനാണ് തീപിടിച്ചത്. ഗർഭിണിയടക്കം 2 പേർ മരിച്ചു. കാറിലുണ്ടായിരുന്ന മറ്റു പേർ രക്ഷപ്പെടുകയായിരുന്നു. ജില്ലാ ആശുപത്രിക്ക് സമീപത്താണ് കാർ ഇത്തരത്തിൽ കത്തിയത്. മറ്റ് വാർത്തകളിലേക്ക്. PFI ഹർത്താൽ ജപ്തി നടപടികളിൽ ചിലയിടത്ത് പിഴവ് സംഭവിച്ചെന്ന് സമ്മതിച്ച സർക്കാർ. PFIയുമായി ബന്ധമില്ലാത്തവരുടെ വസ്തുവകകളും ജപ്തി ചെയ്തു. ചെങ്ങന്നൂർ മുളക്കുഴ സ്വദേശി നൌഫലിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെട്ടതിൽ വീഴ്ചയുണ്ടായെന്നാണ് സർക്കാരിന്റെ കുറ്റസമ്മതം. 18 തെറ്റുകൾ ഉള്ളത് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് സ്റ്റേറ്റ് പോലീസ് അറ്റോർണി കോടതിയെ അറിയിച്ചത്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, വിവരങ്ങൾ. ധന്യ, PFI ഹർത്താലിനിടെയുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയാണ് സർക്കാർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ആ സത്യവാങ്മൂലത്തിലാണ് ഇതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് സർക്കാർ അറിയിച്ചത്. PFIയുമായി ബന്ധമില്ലാത്തവരുടെയും ജപ്തി നടപടികൾ നടത്തിയിട്ടുണ്ട്. അതിന് കാരണം പേരുകളിലെ സാമ്യം, സർവേ നമ്പറുകളിലെ സാമ്യം എന്നിവയായിരുന്നു. ഇത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ജപ്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പിഴവ് സംഭവിച്ചത് എന്ന് ആണ് സർക്കാർ അറിയിച്ചത്. ഒപ്പം തന്നെ ഇവരുടെ ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ, ആ നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്നും സർക്കാർ പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവിക്കും സംസ്ഥാന ലാൻഡ് റവന്യൂ കമ്മീഷണർക്കുമാണ് ഇത്തരത്തിൽ ഉത്തരവ് നൽകിയിരിക്കുന്നത് എന്നും അറിയിച്ചു. ഏതായാലും ഈ കേസ്, ഈ സത്യവാങ്മൂലം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ PFIയുമായി ബന്ധമില്ലാത്തവരെ ഒഴിവാക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജപ്തി നടപടികൾ നേരിട്ട PFIയുമായി ബന്ധമില്ലാത്ത
18 പേരാണ് ഉള്ളത്. ആ 18 പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം. പിഴവ് പറ്റി ഉൾപ്പെടുത്തിയവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. PFIയുമായി ബന്ധമില്ലാത്തവർക്കെതിരെ നടപടികൾ നിർത്തിവെച്ചു എന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ധന്യ. നന്ദി സുനി. ഇരാറ്റുപേട്ട നഗരസഭയിൽ NIA അറസ്റ്റ് ചെയ്ത SDPI അംഗത്തിന് UDF കൌൺസിലർമാരുടെ പിന്തുണ. പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ ബന്ധം ആരോപിച്ച് NIA അറസ്റ്റ് ചെയ്ത ഇരാറ്റുപേട്ട അൻസാരി EP-യാണ് ഒരാളൊഴികെ മുഴുവൻ അംഗങ്ങളും പിന്തുണച്ചിരിക്കുന്നത്. അൻസാരിക്ക് 6 മാസം അവധി നൽകണമെന്ന പ്രമേയത്തിലാണ് UDF പിന്തുണ. അവിടെ കൗൺസിലറുടെ ആവശ്യമുണ്ട്. അപ്പം പോയച്ച് 3 മാസത്തിന് മേളിലായി കൗൺസിലർ ലീവിലാണ്, ഓൾറെഡി ജയിലിലാണ്. NIA പിടിച്ചുകൊണ്ട് പോയ കേസാണ്. അതിന് അവധി കൊടുക്കരുതാണ് ഞങ്ങളുടെ അഭിപ്രായം. അവധി കൊടുക്കാൻ പാടില്ല, വിയോജനം രേഖപ്പെടുത്തും. 2022 മുതൽ 6 മാസത്തേക്ക് ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈ കൗൺസിലറിന് അറസ്റ്റ് ചെയ്ത ആളാണ്, അവധി ആവശ്യപ്പെട്ടിരിക്കുന്നു. UDF അംഗങ്ങൾ പിന്തുണച്ചു എന്നുള്ളതാണ് പ്രത്യേകത. ഒരാൾ മാത്രമേ വിട്ടുനിന്നുള്ളൂ. എന്താണ് നഗരസഭയിൽ സംഭവിച്ചത്? ധന്യ, LDF അതായത് ഈ SDPI അംഗമാണ് ഇത് സംബന്ധിച്ചുള്ള ആവശ്യം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. ഈ കൗൺസിൽ യോഗത്തിൽ നടന്ന ചർച്ചയിലാണ് UDFന്റെ പിന്തുണ, അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. അവധി അനുവദിക്കണമെന്ന് UDF ലീഗിലെ അംഗം പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. CPM തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തുവിടുകയും ഈ ഒരു UDFനെതിരെ ഗുരുതരമായ ആരോപണം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. എന്തായാലും UDFും ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 3 മാസം മുൻപ് ഈ അൻസാരിക്ക് അവധി നൽകിയപ്പോൾ CPMും പിന്തുണച്ചതാണ്. ഇപ്പോൾ അവധി നൽകിയിട്ടില്ല. ഇത് സാങ്കേതിക ക്രമങ്ങൾക്കായി സെക്രട്ടറിയുടെ പരിഗണനയ്ക്ക് വിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നാണ് UDFന്റെ വിശദീകരണം വരുന്നത്. എന്തായാലും സംഭവം വിവാദമായതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ എന്താണ് നടന്നതെന്ന് പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. DCC അധ്യക്ഷൻ നാട്ടകം സുരേഷും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഈ കേസ് ഈ ഒരു അവധി അപേക്ഷ നവംബർ 28-നാണ് വന്നത്. അതിനുശേഷം ഇത്തരം ചർച്ചയ്ക്ക് വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധനയ്ക്ക് അഭിപ്രായത്തിന് വിടാമെന്ന് തീരുമാനമെടുക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിപ്രായം കഴിഞ്ഞ 25-ാം തീയതിയാണ് വന്നത്. ഇതിനെ തുടർന്നാണ് ഇന്നലെ കൗൺസിൽ യോഗം ചേരുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിടാമെന്ന പ്രമേയമാണ് തങ്ങൾ പിന്തുണച്ചതെന്നാണ് CPM പറയുന്നത്. എന്തായാലും നിലവിൽ ഈ വിഷയം വലിയൊരു വിവാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ധന്യ. നന്ദി ശ്രീജിത്ത്. ആവശ്യപ്പെടണം. കൗൺസിലറുടെ അറിവ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഈ അവധി മുമ്പോട്ട് കൊണ്ടുപോകണം. അവിടെ കൗൺസിലറുടെ ആവശ്യമുണ്ട്. അപ്പം പോയച്ച് 3 മാസത്തിന് മേളിലായി കൗൺസിലർ ലീവിലാണ്, ഓൾറെഡി ജയിലിലാണ്. NIA പിടിച്ചുകൊണ്ട് പോയ കേസാണ്. അതിന് അവധി കൊടുക്കരുതാണ് ഞങ്ങളുടെ അഭിപ്രായം. അവധി കൊടുക്കാൻ പാടില്ല, വിയോജനം രേഖപ്പെടുത്തും. 2022 മുതൽ 6 മാസത്തേക്ക് NIA അറസ്റ്റ് ചെയ്ത SDPI അംഗത്തിനാണ് UDFന്റെ പിന്തുണ. ഈരാറ്റുപേട്ടയിൽ മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം. ഇടവേള. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസ് അട്ടിമറിച്ചെന്നുള്ള ആരോപണം അടിയന്തര പ്രമേയ നോട്ടീസിൽ സഭയിൽ ഭരണപ്രതിപക്ഷ വാക്കേറ്റമുണ്ടായി. സഭയിൽ മാത്യു കുഴൽനാടിനോട് മുഖ്യമന്ത്രി ക്ഷുഭിതനായി. ഒരിക്കൽ കൂടി ഞാൻ ഈ കേരള സമൂഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ മയക്കുമരുന്നും അതുപോലെ മദ്യമാഫിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഒരു പാർട്ടി തണൽ കൊടുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ കേരളമായിരിക്കും. അതുകൊണ്ട് ഈ അടിയന്തര പ്രാധാന്യമുള്ള വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സാർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, പ്ലീസ്. ഒരു ബഹുമാനായ അംഗത്തിന് ചേർനെ നോക്കിക്കൊണ്ടാണെങ്കിലും CPIM പോലുള്ളൊരു പാർട്ടിയെക്കുറിച്ച് എന്ത് അസംബന്ധവും വിളിച്ചു പറയാനൊരു വേദിയാക്കി ഈ നിയമസഭയെ മാറ്റാൻ പറ്റില്ല.
എന്താണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ? എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതാണ്. ഇങ്ങനെയാണോ സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? ഈ രീതിയിലാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടത്? സർ, എന്തിനും ഒരു അതിര് വേണം. ആ അതിര് ലംഘിച്ചു പോകാൻ പാടില്ല. പാർട്ടിയിൽ ലഹരി മാഫിയ കൂട്ടുകെട്ട് സംബന്ധിച്ച് മാത്യു കുഴൽനാടന്റെ പരാമർശമാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. ആലപ്പുഴയിലെ കേസ് എങ്ങനെയാണ് പുറത്തു വന്നത്? ആലപ്പുഴയിലെ കേസ് പുറത്തു വരാൻ കാരണം CPM-ന് അകത്ത് നടക്കുന്ന വിഭാഗീയതയുടെ പേരിലാണ്. ഒന്നും രണ്ടുമല്ല. സംസ്ഥാനത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. മന്ത്രിയുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞെന്താ? പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന പുകയില ഉൽപ്പന്നങ്ങൾ രാജ്യത്ത് പലയിടത്തും വിൽക്കുന്നതാണ്. മനസ്സോടെയാണ്. കേരള സർക്കാർ നിരോധിച്ചാണെന്ന് പറയുന്നു. നിയമവിരുദ്ധമാണ് എന്ന് പറയാനുള്ള മടി ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? 1 കോടി രൂപയിലേറെ വില വരുന്ന നിരോധിത പുകയുൽപ്പന്നങ്ങൾ കേരളത്തിൽ വിറ്റപ്പോ മന്ത്രിയുടെ മറുപടി പറയുകയാണ്, ഇത് രാജ്യത്ത് പലയിടത്തും വിൽക്കാവുന്ന. എന്തിനു വേണ്ടിയാണ് സാർ ഇതുപോലുള്ളവരെ അങ്ങ് സംരക്ഷിക്കാൻ നോക്കുന്നത്? അങ്ങയുടെ ഇന്നത്തെ വാദം മുഴുവൻ അങ്ങയുടെ പാർട്ടിയുടെ നേതാവിനെ സംരക്ഷിക്കാതെ അങ്ങേക്ക് സ്വസ്ഥമായി മന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയില്ല. അതാണ് ഇന്നത്തെ സാഹചര്യം. ഷാനവാസ് പ്രതിയാകുന്നതിന് മുമ്പ് സജി ചെറിയാൻ എന്ന മന്ത്രി അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയാണ്. പോലീസ് അന്വേഷണം നടക്കുന്നതിന് നൽകി. എന്തിനാണ് സാർ ഇത്ര വെപ്രാളം? വൈ ആർ യു ഇൻ എ ഹറി? എന്തിനായിരുന്നു ഇത്ര വെപ്രാളം? പോലീസ് അന്വേഷിക്കുന്നതിന് മുമ്പ് ഫിഷറീസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഷാനവാസ് പ്രതിയല്ല എന്ന്? എങ്ങനെയാണ് അദ്ദേഹത്തിന് തെളിവില്ല എന്ന് പറഞ്ഞത്? ആർ യു ഗോയിങ് ത്രൂ ദ ഫയൽ? ഇൻവെസ്റ്റിഗേഷന്റെ ഫയൽ അങ്ങയുടെ മുമ്പിൽ വന്നിട്ടാണോ? അതിൽ നിന്ന് മനസ്സിലാകും സാർ, യജമാനന്റെ വെപ്രാളമാണ്. തന്റെ ആളെ സംരക്ഷിക്കാനുള്ള യജമാനന്റെ വെപ്രാളമാണ് ഞങ്ങൾ കണ്ടത്. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ ഷാനവാസിന് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ ഉറപ്പായും പ്രതിയാകുമെന്ന് മന്ത്രി MP രാജേഷ് നിയമസഭയെ അറിയിച്ചു. കരുനാഗപ്പള്ളി കേസിൽ ലോറി ഉടമസ്ഥൻ പ്രതിയല്ല എന്ന് സ്ഥാപിക്കാനല്ല ശ്രമിച്ചത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇതുവരെ അയാൾക്കെതിരായിട്ട് തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല എന്നതാണ്. ഇതെല്ലാം കണ്ടെത്തിയത് കേരള പോലീസാണ് എങ്കിൽ ഈ പറയുന്നയാൾക്കും അതിൽ പങ്കുണ്ടെങ്കിൽ അതും കേരള പോലീസ് കണ്ടെത്തും. ഒരു സംശയവും ആ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവേണ്ടതില്ല. മന്ത്രിയുടെ മറുപടി ദുർബലമെന്നും പോലീസ് അന്വേഷണത്തിന് മുൻപ് ഷാനവാസിനെ മന്ത്രി സജി ചെറിയാൻ ക്ലീൻ ചിറ്റ് നൽകിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ആരോപണ വിധേയനായ ഷാനവാസിന്റെ ബർത്ത്ഡേ ആഘോഷത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 24 പോലീസ് അറസ്റ്റ് ചെയ്ത ലഹരി മരുന്ന് കടത്തിയ കേസിലുള്ളവരുണ്ട്. അവർ തന്നെയാണ് ഈ കരുനാഗപ്പള്ളി കേസിൽ അയാളുടെ ലോറിയിൽ പോയി ഇത് ചെയ്തിരിക്കുന്നത്. എവിടെ വേണം സാർ തെളിവ്? എവിടെന്നാ തെളിവ് വേണ്ട? അവര് തന്നെയാണ് ആ ആലപ്പുഴ കേസിലെ അതേ പ്രതികൾ തന്നെയാണ് കരുനാഗപ്പള്ളി കേസിലെ പ്രതി. സജി ചെറിയാൻ ഈ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അത് പറയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ കോട്ട് ചെയ്യാം. മാധ്യമങ്ങൾ വന്ന് കോട്ട് ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ച് ഷാനവാസിനെതിരെ തെളിവില്ല പറഞ്ഞല്ലോ, പക്ഷേ വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ല. എന്താ ജാഗ്രത പാലിക്കായിരുന്നു? വണ്ടി വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തതിന് പാർട്ടിയുടെ അനുവാദം കിട്ടിയിട്ടില്ല, അതിൽ ജാഗ്രത കാണിച്ചില്ലെന്നാണോ? ജാഗ്രത കാണിച്ചില്ല എന്ന് പറയുന്ന വാചകം തന്നെ ആളുകളെ സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാചകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ല. ജാഗ്രത കാണിച്ചില്ല. എന്ത് ജാഗ്രതയാണ് അയാൾ കാണിക്കായിരുന്നത്? അയാൾക്ക് ലഹരി കടത്തിലൊരു പങ്കുമില്ല, സമ്മതിച്ചു. എന്ത് ജാഗ്രതയാണ് പിന്നെ അയാൾ കാണിക്കായിരുന്നത്? ജാഗ്രത കാണിച്ചില്ല. മനസ്സിലായ? പിന്നെ CPM പ്രവർത്തകർ പ്രതിയാകുമ്പോൾ വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ മറ്റു പാർട്ടി പ്രവർത്തകരുടെ കാര്യത്തിൽ ഇത് കാണിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ 480 രൂപ ഉയർന്ന് പവന് 42,880 രൂപയായി. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണിത്. കേന്ദ്ര ബജറ്റിൽ ഇറക്കുമതി ചെയ്യുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് വില വർധനവ് പ്രഖ്യാപിച്ചിരുന്നു. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കഴിഞ്ഞ രാത്രി ഉയർത്തി നിശ്ചയിച്ചതാണ് സ്വർണ്ണവില റെക്കോർഡിലെത്തിയത്. ഗ്രാമിന് 60 രൂപ കൂടി 5,360 രൂപയും പവന് 480 രൂപ ഉയർന്ന് 42,880 രൂപയുമായി. 42,400 രൂപയായിരുന്നു ഇന്നലെ പവന് വില. US ഫെഡറൽ റിസർവ് പലിശ 4.5% നിന്നും 4.75% കൂട്ടിയത്. പലിശ വർധന ആഗോള സാമ്പത്തിക മാന്ദ്യം രൂക്ഷമാക്കുമെന്നാണ് വിലയിരുത്തൽ. സാർവദേശീയ വിപണിയിൽ സ്വർണ്ണവില ട്രോയ് ഔൺസിന് $1,920 നിന്നും $1,957.28 വരെ എത്തി. ഏഷ്യൻ മാർക്കറ്റിൽ $1,952 വ്യാപാരം പുരോഗമിക്കുന്നത്.
പണപ്പെരുപ്പം മറികടക്കാനാണ് പലിശ നിരക്ക് ഉയർത്തിയതെന്നാണ് US ഫെഡറൽ റിസർവിന്റെ വാദം. ഇന്നലെ കേന്ദ്ര ബജറ്റിലും ഇറക്കുമതി ചെയ്യുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് വില വർധന പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വയനാട് പൊന്മുടിക്കോട്ടയിൽ ചത്തത് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച കടുവയെന്ന് വനംവകുപ്പിന്റെ സ്ഥിരീകരണം. 1.5 വയസ്സുള്ള കടുവയാണ് ചത്തത്. പ്രദേശത്ത് ഇനിയും കടുവകൾ ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നെന്മേനി അമ്പൂത്തി പാടിപ്പറമ്പിലെ സ്വകാര്യ തോട്ടത്തിലാണ് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ കടുവയുടെ ജഡം കണ്ടത്. 1.25 വയസ്സ് പ്രായമുള്ള ആൺകടുവ കഴുത്തിൽ കുരുക്ക് കുടുങ്ങി ചത്ത നിലയിലായിരുന്നു. ബത്തേരി കുപ്പാടി വനംവകുപ്പിന്റെ ലാബിലാണ് കടുവയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. പൊന്മുടിക്കോട്ടയിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച കടുവ തന്നെയാണിതെന്നും വനംവകുപ്പ് സ്ഥിരീകരിച്ചു. നമുക്ക് ക്യാമറ ട്രാപ്പിൽ കിട്ടിയിരുന്ന അതേ മെയിൽ കബ്ബ് തന്നെയാണ് ഇതിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അമ്പലവയൽ എടക്കൽ ഭാഗത്ത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു ഓപ്പറേഷൻ. ആ ഭാഗത്തായിരുന്നു കുറച്ച് ദിവസമായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഇഷ്യൂ ആ ഭാഗങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ക്യാമറ ട്രാപ്പ് ഇമേജുമായിട്ട് ഒത്തുനോക്കിയപ്പോൾ അത് തന്നെയാണെന്നാണ് ഐഡന്റിഫൈ ചെയ്തത്. പ്രദേശത്ത് ഇനിയും കടുവകൾ ഉണ്ടെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. കടുവയെ തുരത്താനുള്ള നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. പൊന്മുടിക്കോട്ട പ്രദേശത്ത് 2.5 മാസത്തിനിടെ 19 വളർത്തുമൃഗങ്ങളാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ചത്തത്. ന്യൂസ് 18 വയനാട്. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി അട്ടപ്പാടിയും ധോണിയും. ഇന്നലെ 2 പ്രദേശങ്ങളിലും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. PT7 പിടികൂടിയിട്ടും ധോണിയിൽ കാട്ടാന ശല്യം തുടരുന്നത് പ്രദേശവാസികളെ ആശങ്കപ്പെടുത്തുന്നു. അട്ടപ്പാടി നരസിമുക്കിലെ കാഴ്ചയാണിത്. അഗളി സ്വദേശി പോൾ മാത്യുവിന്റെ 450 വാഴകളാണ് കാട്ടാനകൾ ചവിട്ടി നശിപ്പിച്ചത്. തെങ്ങുകളും കപ്പയുമെല്ലാം നശിച്ചു. വായ്പയെടുത്താണ് വാഴകൃഷി നടത്തിയിരുന്നത്. അതാണ് ഒറ്റ രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇല്ലാതാക്കിയത്. വേറെ പല സ്ഥലത്തു നിന്ന് ലോണും കടമൊക്കെ മേടിച്ചിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ആന വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പം അധികാരികളുടെ ഭാഗത്തുനിന്ന് അതിനുള്ള നടപടി ഉണ്ടാകണം. PT7 പിടികൂടിയിട്ടും ധോണിയിൽ കാട്ടാനശല്യം തുടരുകയാണ്. മായാപുരത്തും പെരുന്തുരുത്തിക്കളത്തിലുമാണ് ഇന്നലെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. മായാപുരത്ത് മതിലും പെരുന്തുരുത്തിക്കളത്ത് കൃഷിയും നശിപ്പിച്ചു. ഭീതിയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 പാലക്കാട്. കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിക്കാൻ തുടങ്ങിയതോടെ ആശങ്കയിലാണ് നിലമ്പൂർ മൈലാടി നിവാസികൾ. കഴിഞ്ഞ രാത്രി കാടിറങ്ങിയ ആനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ മൈലാടിയിലാണ് കർഷകർ ആനശല്യത്തിൽ വലയുന്നത്. തൊണ്ടിയൻ കരീമിന്റെ കപ്പത്തോട്ടത്തിലെ 250ഓളം കപ്പ നശിപ്പിച്ചു. ചുറ്റും കെട്ടിയിരുന്ന വല തകർത്താണ് കാട്ടാനകൾ തോട്ടത്തിൽ കയറിയതെന്ന് കരീം പറയുന്നു. കഴിഞ്ഞ 30 കൊല്ലത്തിലേറെയായി കൃഷി ചെയ്തു വരുന്ന കരീമിന്റെ തോട്ടത്തിൽ കാട്ടാനകൾ ഇത്ര വലിയ നഷ്ടം വരുത്തുന്നത് ആദ്യമായാണ്. കരീം 7000 രൂപ ചെലവിൽ നിർമ്മിച്ച വലയാണ് നശിപ്പിച്ചത്. ഏകദേശം 40,000 രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കരീം. ആന 3 നില ഇറങ്ങി. കഴിഞ്ഞ ആഴ്ച ഒന്ന് ഇറങ്ങിയാണ്ട് ഇങ്ങനെ 2 കൊമ്പാട പൊട്ടിച്ചിട്ട് പോയി. ഒന്നര കണ്ട് ആട്ടിയാണ്ട് അപ്പോൾ ഒന്നിങ്ങനെ കയറി അപ്പോൾ പോയി. ഇനി പിന്നെ 12 പിന്നെ വന്നാണ്ട് ഇങ്ങനെ 3 കൂടിയാണ് കയറിയാണ്ട് നശിപ്പിച്ചത്. എത്ര കപ്പ പോയി? 200 കൊമ്പ് പോയി. 600 കൊമ്പാണെന്നില്ല മൊത്തല്ലേ. അപ്പോൾ 3 ഭാഗം പോയി. കരീമിന്റെ കൃഷിയിടത്തിന് സമീപമുള്ള കുണ്ടറക്കാടൻ സുരേഷിന്റെ പുലച്ച 60ഓളം വാഴകളും ആനകൾ നശിപ്പിച്ചു. 10,000 രൂപയിലേറെ നഷ്ടം സുരേഷിന്റെ കൃഷിയിടത്തിലുണ്ടായിട്ടുണ്ട്. തോട്ടത്തിലിറങ്ങിയ ആനകളെ കരീമിന്റെ മകൻ റൻഷാദും മറ്റുള്ളവരും ചേർന്ന് ഓടിച്ചെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും എത്തിയാണ് ആനക്കൂട്ടം കൃഷി നശിപ്പിച്ചത്. കാട്ടാനകൾ മുന്നിൽ നിൽക്കുന്നത് കണ്ട് ഭയന്നു പോയതായി റൻഷാദ്. കർഷകരൊക്കെ എന്താ ചെയ്യുക, ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എത്ര വർഷത്തെ കഷ്ടപ്പാടാണ് ഒരൊറ്റ രാത്രി കൊണ്ടില്ലാതാക്കാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതിൽ സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെന്ത് ചെയ്യണോ ഉടനടി അതിന് തക്കതായ കാരണങ്ങളൊക്കെ നോക്കിയിട്ട് 5-6 മാസത്തെ ഒരു സമയം ഒഴിവില്ലാതെ അധ്വാനാണ് ഒറ്റ രാത്രി കൊണ്ട് തീരുമാനമായിട്ട്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൈലാടി മേഖലയിലും നിലമ്പൂർ അകമ്പാടം റോഡിലും കാട്ടാനകളെത്തിയത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് നഷ്ടം വിലയിരുത്തി. ന്യൂസ് 18 മലപ്പുറം. 2 വർഷത്തിലേറെയായി UPയിലെ ജയിലിൽ കഴിഞ്ഞ മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പൻ മോചിതനായി. സുപ്രീം കോടതിയും അലഹബാദ് ഹൈക്കോടതിയും ജാമ്യം അനുവദിച്ചതോടെയാണ് ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങിയത്. തന്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന് മാധ്യമപ്രവർത്തകരോടും പൊതുസമൂഹത്തിനും നന്ദി പറയുന്നെന്ന് കാപ്പൻ പറഞ്ഞു. 28 महीने के बाद हम वापस मतलब बाहर आया. एक आज़ादी का हवा मिल गया. मीडिया पर्सन सबको
शुक्रिया अदा करता हूँ मैं। നീതി പൂർണ്ണമായും ലഭിച്ചില്ലെന്നായിരുന്നു ജയിൽ മോചിതനായ ശേഷം സിദ്ദിഖാപ്പന്റെ ആദ്യ പ്രതികരണം. തനിക്കൊപ്പമുള്ള നിരപരാധികൾ പലരും ജയിലിലാണ്. UAPA में बहुत लोग 5 साल 10 साल जेल काट रहा है. हम 28 मंथ में बाहर आ गया. ये मीडिया हमारा मीडिया फ्रैटर्निटी का एक नतीजा है. ലക്നൌവിലെ ജില്ലാ ജയിലിൽ കഴിയുകയായിരുന്ന സിദ്ദിഖാപ്പന് UP പോലീസും EDയും ചുമത്തിയ കേസുകളിൽ ജാമ്യം ലഭിച്ചിരുന്നു. ക്രിസ്മസ് അവധിക്ക് മുമ്പ് ED കേസിൽ ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും നടപടിക്രമം നീണ്ടുപോയതാണ് മോചനം വൈകിപ്പിച്ചത്. ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട UPയിലെ ഹാദ്രസിലേക്കുള്ള യാത്രയ്ക്കിടെ 2020 ഒക്ടോബറിലാണ് സിദ്ദിഖാപ്പൻ അറസ്റ്റിലായത്. പോപ്പുലർ ഫ്രണ്ടുമായി കാപ്പന് ബന്ധമുണ്ടെന്നും കാപ്പന്റെ അക്കൗണ്ടിലെത്തിയ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാനായില്ലെന്നുമായിരുന്നു EDയുടെ വാദം. ഡൽഹിക്ക് മടങ്ങിയ സിദ്ദിഖാപ്പൻ 6 ആഴ്ചകൾക്ക് ശേഷമാകും കേരളത്തിലെത്തുക. ന്യൂസ് 18 ഡൽഹി. അദാനി ഓഹരി വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് അദാനി ഓഹരികളിലുണ്ടായ തുടർച്ചയായ ഇടിവിൽ നിക്ഷേപകർക്കുള്ള നഷ്ടം സംബന്ധിച്ച് പാർലമെന്റ് നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. സഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിന് മുന്നിൽ ഒത്തുചേർന്ന് സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്തിരുന്നു. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പുതുശ്ശേരി പഞ്ചായത്തുകളിൽ ഇനി ഗ്യാസ് സിലിണ്ടറിനായി കാത്തിരിക്കേണ്ട. വീടുകളിലേക്ക് പൈപ്പ് വഴി നേരിട്ട് പാചകവാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിക്ക് ഇവിടെ തുടക്കമായി. ആദ്യഘട്ടത്തിൽ 2 വാർഡുകളിലാണ് പദ്ധതി തുടങ്ങിയത്. എലപ്പുള്ളി പഞ്ചായത്തിലെ 8ാം വാർഡ് സ്വദേശിനിയായ അമൃതവല്ലിയും പുതുശ്ശേരി പഞ്ചായത്തിലെ 13ാം വാർഡ് സ്വദേശിനിയായ ധന്യയും അടുക്കളക്കാര്യത്തിൽ അല്പം ആശ്വാസത്തിലാണ്. ഇതുവരെ ഗ്യാസ് സിലിണ്ടറിനെ ആശ്രയിച്ചായിരുന്നു പാചകമെല്ലാം. ഇനി ഗ്യാസ് തീരുമെന്ന പേടിയില്ലാതെ ഇവർക്ക് പാചകം ചെയ്യാം. വീടുകളിലേക്ക് പൈപ്പ് വഴി ഗ്യാസ് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഉപഭോക്താക്കളാണ് ഇവർ. കഴിഞ്ഞ ദിവസമാണ് എലപ്പുള്ളി പുതുശ്ശേരി പഞ്ചായത്തുകളിലെ 2 വാർഡുകളിൽ പദ്ധതി തുടങ്ങിയത്. ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എപ്പോഴും റെഗുലറായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അല്ല അങ്ങനെ ടെൻഷനൊന്നുമില്ല. ഇപ്പം 2 ദിവസമായുള്ളൂ, കുഴപ്പമില്ല, നല്ല പെട്ടെന്ന് അതിൻ്റെ പോലെ തന്നെ ഹീറ്റൊക്കെ ആവുന്നുണ്ട്. ബില്ലിൻ്റെ കാര്യം മാത്രമേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അവരെ 50% കമ്മിയായിരിക്കും എന്നാണ് പറഞ്ഞത്. അത് വരുമ്പോഴേ അറിയാൻ പറ്റും. എലപ്പുള്ളി പഞ്ചായത്തിലെ വാർഡ് മെമ്പറായ രമേശും പദ്ധതിയിൽ പൂർണ്ണ തൃപ്തനാണ്. ഇത് ജനങ്ങൾക്ക് ലാഭകരവും പ്രയോജനകരവുമാണെങ്കിൽ മാത്രം ഇത് നമുക്ക് വിജയിപ്പിച്ച് മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ ആളുകളെ ഡിസ്കണക്ട് ചെയ്താൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ജനങ്ങൾ അങ്ങനെയാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരും അഷ്വർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഞ്ചായത്തിൽ വന്ന് എത്രയും പെട്ടെന്ന് ഭരണസമിതിയുടെ തീരുമാനം കൊടുത്തു. നമ്മൾ ഈ വാർഡ് മാത്രമല്ല പഞ്ചായത്ത് മുഴുവൻ തുടങ്ങാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മാർച്ചിനുള്ളിൽ 1000ഓളം വീടുകളിൽ കണക്ഷൻ നൽകാനാണ് പദ്ധതി. കഞ്ചിക്കോട്ടെ വ്യവസായ പാർക്കുകളിലും കണക്ഷൻ ലഭ്യമാക്കും. പൂർണ്ണ സുരക്ഷിതത്വവും ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവും അധികൃതർ നൽകുന്ന ഉറപ്പാണ്. എലപ്പുള്ളി പുതുശ്ശേരി പഞ്ചായത്തുകൾക്ക് പുറമെ അടുത്ത ഘട്ടത്തിൽ പാലക്കാട് നഗരസഭയിലും പദ്ധതി നടപ്പിലാക്കും. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. കടുത്ത ധനപ്രതിസന്ധിക്കിടെ സംസ്ഥാന ബജറ്റ് നാളെ. ചില നികുതി ഇനങ്ങളിൽ കാലോചിത മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിലെ കേരളത്തിന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായെങ്കിലും ജനക്ഷേമ പദ്ധതികൾ KN ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇടം പിടിക്കുമെന്ന് തന്നെയാണ് സൂചന. ജനങ്ങളുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ വരുമാനം കണ്ടെത്തുകയെന്ന വെല്ലുവിളിയാണ് സർക്കാരിന് മുന്നിലുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാനം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഏതാനും നികുതി ഇനങ്ങളിൽ വർധനവുണ്ടാകുമെന്നാണ് സൂചന. റെയിൽ വികസനവും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതികൾ കേന്ദ്ര ബജറ്റിൽ ഇടം പിടിച്ചില്ലെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര നയങ്ങൾക്കിടയിൽ
വികസന ക്ഷേമ പദ്ധതികൾക്കായി തുക മാറ്റിവെക്കുക എന്ന വെല്ലുവിളിയോടെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിന് അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. വാസ്തവത്തിൽ അവരുടെ നിർമ്മാണ ബഡ്ജറ്റിൽ വലിയ തുക ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നു. നിർമ്മാണത്തിന് വലിയ ഇൻക്രീസ് ഒന്നും കണ്ടിട്ടില്ല. ഇപ്പം ഗേജിന്റെ ചേഞ്ച് അങ്ങനൊന്നും വലുതായിട്ട് കണ്ടിട്ടില്ല. അപ്പം അത് നോക്കിയാലേ അറിയത്തുള്ളൂ. കോവിഡ് മഹാമാരി തീർത്ത പ്രതിസന്ധികൾക്ക് പുറമെ സർക്കാരിന്റെ അനാവശ്യ ചെലവുകളും ധനസ്ഥിതി കൂടുതൽ പ്രതിസന്ധിയിലാക്കിയെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. GST കോമ്പൻസേഷൻ അടക്കം നിർത്തലാക്കിയ പശ്ചാത്തലത്തിൽ അധിക വരുമാനത്തിനായി മറുവഴികൾ തേടേണ്ട സാഹചര്യമാണ് സർക്കാരിന് മുന്നിലുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഭരണസ്തംഭനമുണ്ടെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ നിയമസഭയിൽ. 7,89,623 ഫയലുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. എന്നെ നെല്ലിക്കുന്ന് MLA യുടെ ചോദ്യത്തിന് നിയമസഭയിൽ രേഖാമൂലം മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് ഇതിന്റെ വിശദാംശങ്ങൾ. ഏറ്റവും കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് മന്ത്രി MB രാജേഷിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ്. 2,51,769 ഫയലുകളാണ് തദ്ദേശ സ്വയംഭരണത്തിൽ കെട്ടിക്കിടക്കുന്നത്. രണ്ടാം സ്ഥാനം വനം വകുപ്പിനാണ്. 1,73,478 ഫയലുകൾ വനം വകുപ്പിൽ കെട്ടിക്കിടക്കുന്നു. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പാണ് മൂന്നാം സ്ഥാനത്ത്. 44,437 ഫയലുകളാണ് ആഭ്യന്തര വകുപ്പിൽ കെട്ടിക്കിടക്കുന്നത്. 41,007 ഫയലുകളാണ് വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്നത്. റവന്യൂ വകുപ്പിൽ 38,888, ഭക്ഷ്യവകുപ്പിൽ 34,796, ആരോഗ്യവകുപ്പിൽ 20,205 ഫയലുകളും കെട്ടിക്കിടക്കുന്നു. 31/3/2022 വരെ 17,45,294 ഫയലുകളാണ് കെട്ടിക്കിടന്നത്. 15/12/2022 വരെയുള്ള കണക്കനുസരിച്ച് ഇതിൽ 9,55,671 ഫയലുകൾ തീർപ്പാക്കി. സെക്രട്ടേറിയറ്റിൽ മാത്രം 15/12/2022 വരെ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം 93,014. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രസംഗങ്ങൾ. എന്നാൽ കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ ഫയലുകളുടെ ശവപ്പറമ്പായി മാറുന്ന കാഴ്ചയാണ് നിലവിൽ. ന്യൂസ് 18 തിരുവനന്തപുരം. തൊഴിലുറപ്പ് പദ്ധതി തുക വെട്ടിക്കുറച്ചത് ആശങ്കപ്പെടുത്തുന്നതെന്ന് ധനമന്ത്രി നിയമസഭയിൽ. എയിംസ് ഇല്ലാത്ത ഒരു പ്രധാന സംസ്ഥാനമാണ് കേരളം. കേരളവും മെച്ചപ്പെട്ട സ്ഥിതിയിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നികുതി വെട്ടിപ്പുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ധനമന്ത്രി സഭയിൽ അറിയിച്ചു. ഏത് മേഖലയെടുത്താലും സംസ്ഥാനത്തിന്റെ ധനകാര്യ മേഖലയെയും പൊതുജീവിതത്തെയും അല്പം സഹായിക്കുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ ആ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ. എയിംസ് പോലെയുള്ള ഒരു ആശുപത്രി ഇല്ലാത്ത ഒരു മേജർ സംസ്ഥാനം ഇപ്പോൾ കേരളമാണ് സർ. അങ്ങേയറ്റം നിരാശാജനകമായൊരു പ്രഖ്യാപനങ്ങളാണ് അവിടുന്ന് വന്നത് എന്നുള്ള പ്രശ്നമാണ്. സാമ്പത്തിക കാര്യ നയത്തിലും അതേപോലെ ചില കാര്യമുണ്ട് സർ. തൊഴിലുറപ്പ് പദ്ധതിയാണ് സർ പ്രധാനമായിട്ടും നമ്മൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യം. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും നന്നായിട്ട് കൂടുതൽ ദിവസം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ വലിയ തോതിലുള്ള പണം അതിനകത്ത് വെട്ടിക്കുറച്ചിട്ടുണ്ട് സർ. അതുപോലെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പണത്തിനകത്ത് ഏകദേശം 40% കുറവാണ് ഈ ഭക്ഷ്യ വിതരണത്തിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങളിൽ. അതുപോലെ നെല്ലെടുപ്പ്, ഗോതമ്പെടുക്കുന്ന തുടങ്ങിയ കാര്യങ്ങളിലും പണം കുറച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഏറ്റവും സാധാരണക്കാർക്ക് ജോലി കിട്ടുന്ന ആ തൊഴിലുറപ്പ് പദ്ധതി മുതലുള്ള കാര്യങ്ങളിലും മറ്റ് കാർഷിക മേഖലയും വ്യവസായ മേഖലയും സഹായിക്കുന്ന കാര്യത്തിലുമൊക്കെ കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കൊണ്ട്, പക്ഷേ കേരളത്തിന് വലിയ തോതിൽ അത് ബാധിക്കുന്ന തരത്തിലേക്കുള്ള കുറവുകളാണ് സർ. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പരിഗണിച്ചില്ലെന്ന വിമർശനം വസ്തുതാവിരുദ്ധമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കേന്ദ്ര ബജറ്റിനെ വിമർശിച്ചത് നിഷേധാത്മകമായ നിലപാടാണ്. കേന്ദ്ര ബജറ്റ് കേരളം മാതൃകയാക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് എല്ലാ സംസ്ഥാനങ്ങളോടും തുല്യമായ നീതി പുലർത്തിയ ഒരു ബജറ്റായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാലും ഈ ബജറ്റിനെ നിശിതമായി വിമർശിക്കുന്ന ഒരു നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത്. ബജറ്റിലെ വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ട് കേന്ദ്ര ബജറ്റിനെ നിശിതമായി വിമർശിക്കുന്ന മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും യഥാർത്ഥത്തിൽ ബജറ്റ് ശരിയായി മനസ്സിലാക്കി കേന്ദ്ര ബജറ്റിന്റെ മാതൃക നാളെ കേരളം അവതരിപ്പിക്കാൻ പോകുന്ന സംസ്ഥാന ബജറ്റ് കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
കേന്ദ്ര ബജറ്റ് കണ്ടു പഠിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ധനകാര്യമന്ത്രി ചെയ്യേണ്ടത്. കേരളത്തിന്റെ എയിംസ് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി കേന്ദ്ര ബജറ്റ്. സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിട്ടും ഇത്തവണയും നിരാശയായിരുന്നു ഫലം. കേരളത്തിന് എയിംസ് ലഭിക്കാത്തത് ഗവേഷണ മേഖലയിൽ ഉൾപ്പെടെ തിരിച്ചടിയാണെന്ന് പൊതുജനാരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ ബജറ്റിലെങ്കിലും എയിംസ് അനുവദിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കേരളം. മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി. കോഴിക്കോട് കിനാലൂരിൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി. കേന്ദ്ര സംഘം പരിശോധനകളും നടത്തി. എല്ലാം ഉണ്ടായിട്ടും ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിരാശയായിരുന്നു ഫലം. പുതിയ 157 നഴ്സിംഗ് കോളേജുകൾ മാത്രമാണ് പ്രഖ്യാപിച്ചത്. മലബാറിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ നഷ്ടമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. സാധാരണ മെഡിക്കൽ കോളേജിലാണ്ട് ഉയർന്ന തലത്തിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾക്കുള്ള മെഡിക്കൽ കോളേജ് കുറവാണ്. കേരളത്തിൽ അല്ലാതെ മെഡിക്കൽ കോളേജിൽ എണ്ണം കൂടുതലുണ്ട്. കൂടുതൽ ഡോക്ടർമാരുണ്ട്. ആരോഗ്യ രംഗത്ത് മികച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ്. പിന്നെയുള്ള ഇനി 4ാം തലമുറ രോഗങ്ങളൊക്കെ വരുന്ന പുതിയ ഗവേഷണങ്ങൾക്ക് സാധ്യതയുണ്ട് കുറേ. അപ്പോൾ ആ സാധ്യതകൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കുറഞ്ഞിരിക്കുകയാണ്. രാജ്യത്ത് 19 സംസ്ഥാനങ്ങളിൽ എയിംസ് ഉണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന ബജറ്റായതുകൊണ്ട് തന്നെ ഇത്തവണ എയിംസ് ലഭിക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെയും പ്രതീക്ഷ. കേന്ദ്ര നടപടിയിൽ നിരാശയുണ്ടെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. ചികിത്സയിലും ആരോഗ്യ ഗവേഷണത്തിലും വലിയ മാറ്റമുണ്ടാക്കാനുള്ള സാധ്യതകൾക്ക് കേരളം ഇനിയും കാത്തിരിക്കണം. ന്യൂസ് 18 കോഴിക്കോട്. കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി നികുതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് കർഷകർക്ക് ആശ്വാസമാകും. വലിയ തകർച്ചയിൽ നിൽക്കുന്ന റബ്ബർ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ തീരുമാനം ഉണർവ് നൽകും. റബ്ബർ വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് കർഷകരും തൊഴിലാളികളും. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. റബ്ബർ കർഷകരെ സംബന്ധിച്ച് അല്പം പ്രതീക്ഷയുടെ കാലം വരുന്നു എന്നുള്ളതാണ് കേന്ദ്ര ബജറ്റിലെ സൂചന. പ്രത്യേകിച്ച് ഇറക്കുമതി റബ്ബറിന്റെ, കോമ്പൗണ്ട് റബ്ബറിന്റെ നികുതി കൂട്ടിയിരിക്കുന്നു. അതായത് സംസ്ഥാനത്തുള്ളത് ഇതുമായി തുല്യമായി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇതെങ്ങനെ പ്രതീക്ഷ എന്നുള്ളത് റബ്ബർ കർഷകരും ടാപ്പിംഗ് തൊഴിലാളിയും ഒക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം നിങ്ങൾക്ക്? റബ്ബർ കേരളത്തിൻ്റെ സാമ്പത്തികത്തെ പിടിച്ചു നിർത്തുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ വില താഴോട്ട് പോയി കഴിഞ്ഞാൽ കേരളം ആകെപ്പാടെ തകരുന്ന ഒരു സ്റ്റേജാണ്. പക്ഷേ വില മുകളിലോട്ടാണെങ്കിൽ കേരളത്തിന് വളരെ പ്രതീക്ഷയും ജനങ്ങൾക്കൊരു ആശ്വാസവും കിട്ടുന്ന ഒരു കാര്യമാണ് റബ്ബറിൻ്റെ വിലയെന്ന് പറയുന്നത്. പ്രഖ്യാപനം വന്നുകൊണ്ട് കൂടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും കൂടും. കാരണം ഞാൻ റബ്ബർ ബോർഡിൻ്റെ മെമ്പറും കൂടിയാണ്. അപ്പം ഞാൻ ജോർജ് കുട്ടി, ഹരി, രവീന്ദ്രൻ, ഞങ്ങളെല്ലാവരും കൂടെ ചെയർമാനുമായിട്ടുള്ള മീറ്റിങ്ങുകളിൽ എല്ലാ മീറ്റിങ്ങുകളിലും ഞങ്ങൾ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ റബ്ബറിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കോമ്പൗണ്ട് റബ്ബറിന് 10% ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. ചില കേസിൽ 0% ഡ്യൂട്ടിയിലാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ നാച്ചുറൽ റബ്ബർ കോമ്പൗണ്ട് റബ്ബറിൻ്റെ രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതായത് കോമ്പൗണ്ട് റബ്ബർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റബ്ബറിൻ്റെ കൂടെ ചെറിയ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ കോമ്പൗണ്ട് റബ്ബറായി. അപ്പോൾ അങ്ങനെ കോമ്പൗണ്ട് റബ്ബർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ റബ്ബറിൻ്റെ വില താഴോട്ട് പോകുമെന്നുള്ളതിന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം താഴോട്ട് പോയത്. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് വളരെ താഴെയാണ് റബ്ബറിൻ്റെ വില. അത് ഉയർത്താൻ വേണ്ടി ഞങ്ങൾ റബ്ബർ ബോർഡിൽ കൂടെ ഞങ്ങളുടെ ചെയർമാൻ ധനാനിയ വളരെ ആക്റ്റീവായിട്ടുണ്ട്. അതുപോലെ ജോർജ് കുര്യൻ സാറ്, ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആക്റ്റീവായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു കുറേ നാളെ. ഏതാണ്ട് ഇതങ്ങ് ഉപേക്ഷിക്കുന്നു, റബ്ബർ കൈവിടുന്നു എന്നുള്ള ഒരു ചർച്ചകളായിരുന്നു കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊരു മാറ്റം, എന്തായാലും ഒരു ഉണർവ്. റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് പുതിയ മരങ്ങൾ വെക്കുന്നതിനെ പറ്റി ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറയും ഞങ്ങളിനിയും വെക്കുന്നില്ല, റബ്ബർ വെക്കുന്നില്ല, വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, പ്ലാവ് വെക്കാം, അല്ലെങ്കിൽ മംഗോസ്റ്റീൻ വെക്കാം, അങ്ങനെ വാഴ വെക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനസമൂഹമായിരുന്നു. കോട്ടയത്ത് എവിടെ നോക്കിയാലും ഇപ്പോൾ റബ്ബർ എന്നുള്ളത് മാറി മറ്റു പലതും കണ്ടു തുടങ്ങിയൊരു. അതെ. അപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് റബ്ബറിനെ തിരികെ കൊണ്ടുവന്നാൽ നമുക്ക് വളരെ പ്രയോജനമുണ്ട്. കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഉയരണമെങ്കിൽ റബ്ബർ തന്നെ വേണം. ഒരു കാര്യം കൂടി, എത്ര വരെ കൂടും ഇതുമൂലം എന്നൊരു പ്രതീക്ഷ, എന്തെങ്കിലും കണക്കോ മറ്റോ ഉണ്ടോ? അനുവദിച്ചിരിക്കുന്നത് 170 ആണ്. കേരള ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്ന വില 172 ആണ്. അതിൽ നിന്ന് ഞങ്ങൾ 200 വരെ പോകണമെന്ന് ആവശ്യപ്പെട്ടു. എങ്കിലും 200 വരെ പോയില്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ബജറ്റ് കൂടി വരികയാണ്. താങ്ങുവില പ്രഖ്യാപനം LDF ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് 200 രൂപ എന്നുള്ളത്. അത് വേണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇപ്പൊ തന്നെ നടപ്പാക്കണം എന്നുള്ള ആവശ്യം കൂടി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും അല്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. 200 രൂപ എന്നുള്ളത് ആവശ്യം
ഞങ്ങൾ ഈ കർഷകരുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ കർഷകർ വന്ന് ഞങ്ങളോട് പറയുന്നുണ്ട് 200 രൂപയെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ടാപ്പിംഗ് കൂലിയും മറ്റ് സാധനങ്ങളുടെ വിലയും വളവും എല്ലാം കൂടെ നോക്കുമ്പോൾ 200 രൂപ കിട്ടിയാലേ മുതലാകത്തുള്ളൂ എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും പ്രതീക്ഷയുടെ ഒരു സമയമാണ്. ടാപ്പിംഗ് തൊഴിലാളി, തോട്ടത്തിലെ തന്നെ ടാപ്പിംഗ് തൊഴിലാളി കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, വില കൂടുമെന്നാണ് പറയുന്നത്, എന്താണ് നിങ്ങളുടെ ഒരു വില കൂടിയാൽ ഞങ്ങൾക്കും അതിൻ്റെ പ്രയോജനം കിട്ടും. ഇപ്പം തന്നെ വില കുറവായതുകൊണ്ട് ഇപ്പോൾ ടാപ്പിംഗ് നിർത്തിയിട്ടേക്കുന്ന സമയം. ആളുകൾക്ക് പൊതുവേ ഇതിനോടൊരു താല്പര്യം കുറഞ്ഞായിരുന്നു. താല്പര്യം കുറവ്. ഇവരിപ്പം ഇത് മാത്രമേ ഉള്ളൂ, നമുക്ക് ഈ ഭാഗത്ത് ഈ ഇത്രയും വലിയ തോട്ടം ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും തോട്ടം വെട്ടിക്കളഞ്ഞിട്ട് വേറെ മരങ്ങളൊക്കെ വെച്ച് വേറെ എന്തെങ്കിലും ജോലി നോക്കണമെന്നൊക്കെ ആലോചിച്ചിരുന്നോ? വേറെ എന്തെങ്കിലും ജോലി നോക്കണമെന്നൊക്കെ ആലോചിച്ചിരുന്നു. കാരണം ഇങ്ങനത്തെ സിറ്റുവേഷൻ ആകുമ്പോൾ തന്നെ മറ്റേ മുതലാളിമാർക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിലേ നമുക്കും കിട്ടുന്നുള്ളൂ. എന്തായാലും ഇവരുടെയൊക്കെ മുഖത്ത് ചെറിയ ചിരികളുണ്ട്. പ്രതീക്ഷയുടെ ഒരു സമയം ഉണ്ടാകുമെന്നുള്ള അത് തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. മാത്രമല്ല, സംസ്ഥാന ബജറ്റിലും ഈ LDF നേരത്തെ പ്രഖ്യാപിച്ച പോലെ 200 രൂപ എന്നുള്ള പ്രഖ്യാപനം വന്നാൽ തന്നെ, അത് താങ്ങുവില, അടിസ്ഥാന വില വന്നാൽ തന്നെ കുറച്ചുകൂടി ആശ്വാസം കിട്ടും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എന്തായാലും കർഷകരുള്ളത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G. ശ്രീജിത്ത്, News 18 കോട്ടയം. ന്യൂസ് റൂം ലൈവ് തുടരും, ഇടവേളയ്ക്ക് ശേഷം.